ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ ഇത്. ഞാനിത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആഴ്ചകൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ്. അതായത് നോമ്പ് ലാസ്റ്റ് വീക്കിലൊക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം അവിടുന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള സംഭവമായതുകൊണ്ട് നാട്ടിൽ വന്നിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ മുന്നിൽ കാണുന്ന ഗ്രാൻഡ് മോസ്ക്, നമ്മുടെ ഷെയ്ഖ് സയ്യിദ് മോസ്ക് അബുദാബിയിലുള്ള നമ്മുടെ മോസ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ മോസ്കാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾക്ക് നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടോ, അത്രയും മനോഹരമായ ഒരു പള്ളിയാണിത്. അവിടെ പോയിട്ടാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ. ഇതിന് ഒരുപാട് ഗേറ്റുകളുണ്ട് കേട്ടോ. ഏത് ഗേറ്റ് കൂടി പോയാലും വളരെ മനോഹരമാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് പരവതാനം വിരിച്ചതുപോലെ വിരിച്ച ഓരോ ഭാഗങ്ങളുണ്ട്. പിന്നെ ഓരോ ഭാഗങ്ങളിലായിട്ട് നോമ്പ് തുറക്കാനുള്ള സ്ഥലങ്ങൾ വേറെയുണ്ട്. നമ്മൾ ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് ഈ ബ്രിഡ്ജിലൂടെയാണ്, മുകളിലൂടെയാണ് വരുന്നത്. ഞാനിതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് വന്നിട്ടുള്ളത്. അന്ന് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. പക്ഷേ മോസ്ക് ഒരു വ്യത്യാസമില്ല, സെയിം അതേപോലെ തന്നെ. അതിന് മുന്നിലുള്ള പാർക്കിങ്ങും സ്ഥലങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ ഒരു മോസ്കിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടോ കണ്ടോ. ഈ കാണുന്ന ചിത്രം വരച്ച പോലെ കാണുന്നതൊക്കെ ചെടികളെ കൊണ്ട് നിർമ്മിച്ച വെച്ചിട്ടുള്ള നല്ല ഭംഗിയാണ്. പിന്നെ പല കളറിലെ പൂക്കൾ കൊണ്ട് ഓരോ ഭാഗത്തും ഓരോ രീതിയിലെ ഭംഗിയാണ് കേട്ടോ. പിന്നെ ഒരുപാട് സെക്യൂരിറ്റികളുണ്ട് കേട്ടോ. പണ്ട് വന്ന സമയത്ത് അവിടെ ഒരു സെക്യൂരിറ്റിനെ പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് മോസ്കിനകത്തും ഒരുപാട് സെക്യൂരിറ്റികളാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴി നമ്മൾ പറഞ്ഞു ഈ വഴി പോയാൽ മതി, അങ്ങോട്ട് നോമ്പ് തുറക്കാനുള്ള ആളുകൾ ഇരിക്കാനുള്ള സ്ഥലം അങ്ങോട്ട് കാണിച്ചു തന്നു. നമ്മൾ അങ്ങോട്ട് പോയി. ഇതാണ് മോസ്ക്. ഇതിൻ്റെ ഈ പള്ളിയുടെ അകത്ത് പോയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ ശരിക്കും എടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെയൊക്കെ ഞാൻ ഓരോ ദിവസങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് കാണുന്നതൊക്കെ കണ്ട ഫുഡൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്രയോ മണിക്കൂറുകൾക്ക് മുന്നേ അവർ തുടങ്ങാം. 1, 2, 1000, 10000 അല്ല അവിടെ വരുന്നത്. അത്രയും ആളുകളാണ് നോമ്പ് തുറക്കാനായിട്ട് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പോലും ഒരുപാട് പേര് വരും. കാരണം ജോലി കഴിഞ്ഞ് ഓടി വരുന്നവരുണ്ടാകും ഒരുപാട് പേര്. എത്രയും തന്നെ എനിക്ക് കൃത്യം അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞ സത്യം നല്ലല്ലോ, ഒരു 10000 എന്നല്ല, ഒരു 10-30,000 മുകളിൽ എന്തെങ്കിലും ആളുകൾ അവിടെ ഉണ്ടാവും. പിന്നെ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ ഇന്ന ജാതി മത ഭേദമന്യേ ആർക്കും വരാം. പക്ഷേ ഫുൾ കൈയും, സ്ത്രീകളാണെങ്കിൽ ഫുൾ കൈയും തലയിലും അക്കരയും ഉണ്ടായിരിക്കണം. നമ്മളോട് ഇരിക്കാൻ പറഞ്ഞാൽ അകത്തേക്ക് നമ്മൾ പോയിരുന്നു. ഇത്രയും ആളുകളെ അത്രയും വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഒരു തിരക്കും. ഇത്രയും 14 വന്നിട്ട് പോലും യാതൊരു തിരക്കില്ല. കൃത്യമായിട്ട് എല്ലാവർക്കും ഈ ബോക്സ് കിട്ടിയിട്ടുണ്ടാകും. ഒരുപാട് പേര് ഇരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇരിക്കുന്ന ഭാഗം ചെറുതായി കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഓരോ ദിവസം ഓരോ ഫ്രൂട്ട് ആയിരിക്കും കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും. ഒരു ചിക്കൻ്റെ പകുതിയോളം മന്തി റൈസാണത്. പിന്നെ എന്തോ സംഭവം എനിക്കറിയില്ല. നമ്മൾ സാമ്പാർ പോലെ തോന്നും. പിന്നെ ഇത് സലാഡാണ്. ആപ്പിളുണ്ട്, പിയറുണ്ട്, പിന്നെ ഈത്തപ്പഴം, പിന്നെ ഫോർക്കും. പിന്നെ ഒരു കവറിലായിട്ട് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും. പിന്നെ ഒരു ഫ്രൂട്ടി, പിന്നെ അതുപോലെ നമ്മുടെ മോര് സംഭാരം പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ബാങ്ക് കൊടുക്കാനായിട്ട് ഏകദേശം 6:30, 6:45. പക്ഷെ അതിന് മുന്നേ എല്ലാവരും സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കണ്ടേ. അപ്പോൾ നമ്മൾ ഏകദേശം അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ മുന്നേ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാകും. അങ്ങനെ നേരത്തെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്താണെന്ന് അറിയണ്ടേ. നമ്മൾ മലയാളികൾ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ. തുറന്ന് നോക്കേണ്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അവർ എന്താ സംഭവം എന്ന്. നമുക്ക് കിട്ടുന്ന ഈ ബോക്സിൽ റൈസിൽ ചിക്കന് പകരം ചിലവർക്ക് മട്ടന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ 2-3 ദിവസം പോയതിനും ഫുൾ ചിക്കൻ തന്നെ ഇട്ട് കിട്ടിയത്. അങ്ങനെ ഇതാണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ. അതാണ് നമ്മൾ കുടിക്കാൻ വെള്ളം, പിന്നെ നമ്മുടെ ഫ്രൂട്ടി പോലത്തെ സംഭവം, ഫ്രൂട്ടി തന്നെ. പിന്നെ ഇതിനകത്ത് നമ്മുടെ കുടിവെള്ളം, പിന്നെ നമ്മുടെ ലെമനപ്പ്, നമ്മളുടെ സാധാ സംഭാരം അറിയില്ല സംഭവമാണത്. ഇനി അടുത്ത ദിവസമുള്ള വീഡിയോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വെറൈറ്റി ഐറ്റംസ് ദിവസം മാറിക്കൊണ്ടിരിക്കുന്നത് കാണാമല്ലോ. മാറാത്തത് എന്തൊക്കെയത് കാണാം. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു. നോമ്പ് തുറന്നു, ഒന്ന് ഭക്ഷണം കഴിച്ചു, തിരിച്ചു പോയി. ഇത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. റിച്ചു എന്ത് ചെയ്യുന്നു, കവറത്തൊക്കെ ഈ ബോക്സിലേക്ക് ഇങ്ങനെ അടുക്കി കൃത്യമാക്കി വെക്കുന്നുണ്ട്. പിന്നെ നോമ്പിനാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഷെയ്ഖ് സയ്യിദ് മോസ്കിൽ പോയിട്ട് നോമ്പ് തുറ ഒരു ദിവസമെങ്കിലും പോകണം എന്നുള്ളത്. ഒരു ദിവസം 2-3 ദിവസം അവിടെ പോയി. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെപ്പോഴും യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും മനസ്സിലുണ്ടായതൊരു ആഗ്രഹമായിരുന്നു. ഈ ബോക്സ് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല കണ്ട പരിചയം ഉണ്ടാവും കേട്ടോ. ഒരു യൂട്യൂബല്ലേ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഒരു ചിത്രമൊക്കെ വരക്കുന്നത്. അവർ ഇതിന് പെയിൻറ്റ് കൊടുത്തിട്ട് ഒരു അത്യാവശ്യം വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു ബോക്സാണ് കേട്ടോ ഇത്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.